ജീവിതത്തിന്റെ നിലവാരം അളക്കുന്നത് അതിന്റെ ദൈർഘ്യത്താലല്ല, മറിച്ച് അതിന്റെ ഉള്ളടക്കത്താലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നുപോയ എഴുത്തുകാരിയാണ് സിൽവിയ പ്ലാത്ത്. 30-ാം വയസ്സിൽ അവർ മരണം വരിച്ചപ്പോഴേക്കും 400-ലേറെ കവിതകൾ കൊണ്ട് അവർ കാവ്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയിരുന്നു. അതിനുശേഷം മലയാളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ആത്മഹത്യ കൂടി നടന്നു, കെ രാജലക്ഷ്മിയുടേത്. ആത്മസംഘർഷങ്ങളുടെ നെരിപ്പോടിലിട്ട് അവർ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഈ കഴിഞ്ഞ ജനുവരി 18-ന് 60 ആണ്ട് തികയുന്നു. മരിക്കുമ്പോഴേക്കും ദീപ്തമായ കഥകൾ കൊണ്ട് അവർ വായനാ ലോകത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മരണത്തിന് മുമ്പ് അവർ ഇങ്ങനെ എഴുതി: ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, എഴുതാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. ജീവിച്ചിരുന്നാൽ എനിക്കിനിയും എഴുതേണ്ടി വരും, അത് പലരെയും വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വിട പറയുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളായിരുന്നു അവരുടെ കഥയുടെ ഉറവിടങ്ങളേറെയും. ജീവിക്കാൻ മറന്നുപോയവരും കുടുംബ ബന്ധത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം ഹോമിച്ചവരായിരുന്നു അവരുടെ കഥാപാത്രങ്ങളിലെ സ്ത്രീകൾ ഏറെയും. രാജലക്ഷ്മിയുടെ ശ്രദ്ധേയമായൊരു കൃതിയാണ് മകൾ. ആദർശവാനായ അച്ഛൻ, നിരാലംബയായ അമ്മ, പറക്കമുറ്റാത്ത സഹോദരങ്ങൾ, അവർക്കിടയിൽ കുടുംബത്തിന്റെ ഭാരം പേറിക്കൊണ്ട് മകൾ എന്ന കഥാപാത്രം. തന്നെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ വയസ്സുകാലം വരെയും ജീവിച്ചിരിക്കുന്ന കാലം വരെയും സംരക്ഷിച്ചു പോറ്റുകയാണ് ഒരു മകൾ എന്ന നിലയിൽ തൻ്റെ കടമയെന്ന് ധരിച്ചു വശായിക്കൊണ്ട് ജീവിക്കാൻ മറന്നു പോകുന്നു. രാജലക്ഷ്മിയുടെ കഥകളിലേറെയും കുടുംബത്താലും കുടുംബ സാഹചര്യത്താലും ജീവിക്കാൻ മറന്നുപോയ സ്ത്രീകളാണ്. ആത്മഹത്യ എന്ന കൃതിയിലെ നീരജ ചക്രവർത്തി, ഒരധ്യാപിക ജനിക്കുന്ന എന്ന കൃതിയിലെ ഇന്ദിര, ഒരു വഴിയും കുറേ നിഴലുകളും എന്ന കൃതിയിലെ മണിക്കുട്ടി എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. മകൾ എന്ന കൃതിയെക്കുറിച്ച് പ്രൊഫസർ എം ലീലാവതി പറഞ്ഞത് ഇപ്രകാരമാണ്: മകൾ എന്ന കൃതി ഞാൻ പലതവണ വായിച്ചു. ഞാനുമായി ആ കഥാപാത്രത്തിനുള്ള അസാധാരണമായ സാദൃശ്യം എന്നെ ഞെട്ടിച്ചു. ആരാണ് ഈ രാജലക്ഷ്മി? എന്നെ അറിയുന്ന ആരെങ്കിലുമാണോ? അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആരെങ്കിലുമായി ഇവർക്ക് ബന്ധമുണ്ടാകുമോ എന്നാണ്. അന്നത്തെ ലീലാവതി ടീച്ചറുടെ ജീവിത സാഹചര്യങ്ങളുമായി മകൾ എന്ന കഥയിലെ കഥാപാത്രത്തിന് വളരെയധികം സാമ്യമുണ്ടായിരുന്നു. കഥയിലെ കഥാപാത്രങ്ങളെയെല്ലാം മരണത്തിന്റെ ഇരുണ്ട അഗാധ ഗർത്തങ്ങളിലേക്കാണ് എഴുത്തുകാരി വലിച്ചിഴച്ചു കൊണ്ടുപോയത്. കാലം എത്ര കഴിഞ്ഞാലും ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള കഥകൾക്ക് വായനക്കാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് രാജലക്ഷ്മിയുടെ കഥകൾ. ജീവിത സാഹചര്യങ്ങളും സാമൂഹ്യ ചുറ്റുപാടുകളും എത്ര തന്നെ മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ മാനസികാവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലെന്ന് ഈ കൃതികൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.